السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. صدق الله العلي العظيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ പ്രപഞ്ചനാഥനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്തുകൾ, പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധ വാക്യങ്ങൾ, ആയത്തുകൾ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ്റെ വാക്യങ്ങൾക്ക്, അതിൻ്റെ ആശയങ്ങൾക്കനുസൃതമായി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന മുത്തഖികളായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ പഠിക്കുന്ന ആയത്തുകൾ ഞങ്ങൾക്കനുകൂലമായ സാക്ഷിയാക്കി നീ കൊണ്ടുവരണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ എതിരായി സാക്ഷ്യം പറയുന്ന ആ ഭാഗ്യഹീനരിൽ നിന്ന്, ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറ അൽ ഹജ്ജിലെ 25 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഏറ്റവും അവസാനം പറഞ്ഞ ആയത്ത് സത്യവിശ്വാസികളെ മക്കയിൽ, കഅബയിൽ നിന്ന് തടയുക. മക്കയിൽ നിന്ന് കുറേ കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശേഷം അവരെ അവിടെ നിന്ന് പോവാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് മുശ്രിക്കുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് സമ്പൂർണ്ണമായി നിർവഹിക്കാൻ പറ്റിയ ഒരിടം പടച്ച റബ്ബിൻ്റെ അനുമതിയോടുകൂടെ കണ്ടുപിടിച്ച് അങ്ങോട്ട് മദീനയിലേക്ക് യാത്രയായി. അതിനുശേഷം വിശുദ്ധ ഗേഹം സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട്, ഉംറ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അത് ഞങ്ങൾ സമ്മതിക്കുകയില്ല,
ഈ വിശുദ്ധ ഗേഹത്തിൽ വന്ന് അങ്ങനെ തീർത്ഥാടനം നടത്തി പോവാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച മുശ്രിക്കുകൾക്കുള്ള ചില മറുപടികളാണ് നമ്മൾ കഴിഞ്ഞ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞിരുന്നത്. അവരെ സംബന്ധിച്ച് പറഞ്ഞത്, ഇന്നല്ലദീന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹ് വൽ മസ്ജിദിൽ ഹറാം അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ് വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഒരു താക്കീത് അവർക്ക് കൊടുത്തതാ. തീർച്ചയായിട്ടും സത്യനിഷേധം കൈക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മാത്രമല്ല, വൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്നും ആളുകളെ തടയുന്ന, എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. അവർ ഏതാ ഈ മസ്ജിദുൽ ഹറാം എന്നാണ് പിന്നീട് വിശദീകരിച്ചത്. അവിടെ പറഞ്ഞത് 25-ാമത്തെ ആയത്തിൽ പറഞ്ഞത് മസ്ജിദുൽ ഹറാം അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്. ഒന്ന്, ഇതാരുടെയും കുത്തകയല്ല. മസ്ജിദുൽ ഹറാം നാം ആക്കിയത്, അല്ലദീ ജഅൽനാഹു, നാം അതിനാക്കിയിട്ടുണ്ട്. അള്ളാഹു പറയണം എന്താണ്? സവാഅനിൽ ജഅൽനാഹു ലിന്നാസി സവാഅ, എല്ലാ മനുഷ്യർക്കും, അൽ ആകിഫു ഫീഹി വൽ ബാദ്, അവിടെ മക്കയിൽ താമസിക്കുന്നവർക്കും അൽ ബാദ്, വിദൂര ദേശങ്ങളിൽ നിന്നൊക്കെ അവിടേക്ക് വരുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ സവാഅൻ, തുല്യാവകാശമുള്ള സ്ഥലമാക്കിയിട്ട് മസ്ജിദുൽ ഹറാമിന് നാം മാറ്റിയിട്ടുണ്ട്. ആരുടെയും കുത്തകയല്ല എന്ന് പറയാം. എപ്പോഴാണ് പറയുന്നത്? നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു തീർത്ഥാടകനെ തടയാനുള്ള അവകാശം ഇവർക്കില്ല എന്ന് പറയാണ്. വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. അങ്ങനെ വല്ലവനും അവിടെ മനഃപൂർവ്വം എന്തെങ്കിലും അക്രമം നടത്തുവാൻ ഉദ്ദേശിച്ചാൽ വേദനയേറിയ ശിക്ഷ നാം അവനെ അനുഭവിപ്പിക്കും എന്നുള്ള താക്കീതോടുകൂടിയാണ് ആ ആയത്ത് അവിടെ അവസാനിച്ചത്. അവിടെ തുടരുകയാണ്, നിങ്ങൾ ഈ തടഞ്ഞു വെക്കുന്ന മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ കഅബ, അത് എങ്ങനെയാണ്, അതിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കണം. ഇപ്പം നിങ്ങളുടെ കുത്തകയായിട്ട് ഞങ്ങളുടേതാണ്, ഞങ്ങളതുണ്ട്, അതിൻ്റെ ആളുകൾ ഇവിടെ ആരൊക്കെ വരണം ഞങ്ങൾ തീരുമാനിക്കുന്നൊക്കെയല്ലേ പറയുന്നത്. ആരായിരുന്നു ഇതിൻ്റെ ആദ്യം ഇതിനെ നിർമ്മിച്ചത്? ആ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ 1-ാമത്തെ തീയതി മുതൽ തന്നെ എന്താണ് ഈ നിർമ്മാണത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ നിർമ്മിച്ചതിലൂടെ പ്രഖ്യാപനം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. 26-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. അതിൻ്റെ ആദ്യ നാളിലെ ചരിത്രം പറയുകയാണ് ഖുർആൻ. ഏതിനെ സംബന്ധിച്ചാണ്? കഅബയെ സംബന്ധിച്ചാണ്. ആ കഅബ ഇപ്പോൾ ഇവർ കുത്തകയാക്കി മറ്റുള്ള ആളുകളെ വിലക്കുകയാണ്, തടയുകയാണ്. പ്രത്യേകിച്ച് സത്യവിശ്വാസികളെ തടയുകയാണ്. മുശ്രിക്കുകൾ അവിടെ വരുന്നുണ്ട്, തീർത്ഥാടനം ചെയ്യുന്നുണ്ട്. പക്ഷേ മുസ്ലിമിനെ ഇവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ എന്താ ഇതിൻ്റെ ചരിത്രം നോക്ക്. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്തി. ബവ്വഅ എന്ന് പറഞ്ഞാൽ നിർണയിച്ചു കൊടുത്തു എന്നൊരർത്ഥമുണ്ട്. താമസിപ്പിച്ചു എന്നും പറയാം, സൗകര്യപ്പെടുത്തി കൊടുത്തു. വഇദ് ബവ്വഅനാ, തീർച്ചയായും നാം നിർണയിച്ചു കൊടുത്തു അല്ലെങ്കിൽ നാം താമസിപ്പിച്ചു. ലി ഇബ്രാഹീമ, ഇബ്രാഹിമിന് നാം താമസ സ്ഥലം നിർണയിച്ചു കൊടുത്തു, അല്ലെങ്കിൽ സ്ഥലം നിർണയിച്ചു കൊടുത്തു. എന്തിൻ്റെ? മക്കാനൽ ബൈത്തി, അൽ ബൈത്തിൻ്റെ വെച്ചാൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനമാണത്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത എന്ന് സൂറ ആലു ഇംറാനിൽ കാണാൻ കഴിയും. 1-ാമതായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം. ആ ഭവനത്തിൻ്റെ സ്ഥാനം മക്കാനൽ ബൈത്ത്, അത് നിന്ന ഇടം ഇബ്രാഹീമിന് നാം നിർണയിച്ചു കൊടുത്തു. നോക്ക് ആയത്ത്. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ, ഇബ്രാഹീമിന് നാം സൗകര്യം ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്ഥാനനിർണയം ചെയ്തു കൊടുത്തു. മക്കാനൽ ബൈത്തി, അൽ ബൈത്തിൻ്റെ, ആ ദൈവഭവനത്തിൻ്റെ സ്ഥാനം എന്നിട്ട് നിർണയിച്ചു കൊടുത്തു എന്നാണ് പറയുന്നു. എന്ന് പറഞ്ഞാൽ സ്ഥാനം നിർണയിച്ചു കൊടുത്ത് അവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പന കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ നോക്ക്. ആ സ്ഥാനം നിർണയിച്ചു കൊടുത്തിട്ട് പറയുന്നത് അല്ലാ തുശ്രിക് ബി ഷൈഅ,
വത്വഹിർ ബൈത്തിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. അന്ന് തന്നെ അതിനൊന്നാമത്തെ ദിവസം, അത് ഈ ഭവനം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഇബ്രാഹിമിന് നിശ്ചയിച്ചു കൊടുത്ത സ്ഥാനം നിർണയിച്ച ആ ദിവസം തന്നെ കൊടുത്ത നിർദ്ദേശം എന്താ അറിയും? ഒന്ന്, അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ ഒന്നിനെയും തന്നെ പങ്കു ചേർക്കരുത്. ഈ ആയത്തിറങ്ങുമ്പോൾ അവിടെ മക്കയിൽ നിന്ന് ഈ മുസ്ലിങ്ങളെ ഇവർ തടുത്തു നിർത്തുമ്പോൾ ഇവിടേക്ക് വരാൻ പാടില്ല, കഅബ പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല, ഇവിടേക്ക് തീർത്ഥാടനം പാടില്ല എന്നൊക്കെ പറഞ്ഞ് തടുത്തു നിർത്തുമ്പോൾ കഅബയുടെ അവസ്ഥ എന്താ അറിയും? നിറയെ വിഗ്രഹങ്ങളാണ് ഉള്ളിൽ. പക്ഷെ അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുക, നിങ്ങളിങ്ങനെ ധാരാളം വിഗ്രഹങ്ങൾ വെച്ച് നിങ്ങളുടെ കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭവനത്തിൻ്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇത് ബവ്വഅനാലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, ഇബ്രാഹിമിന് ആ ബൈത്തിൻ്റെ അല്ലെങ്കിൽ ആ ദൈവഭവനത്തിൻ്റെ സ്ഥാനം നാം നിർണയിച്ചു കൊടുത്ത നാൾ തന്നെ അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെന്താ? അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, ഷിർക്ക് പാടില്ല. ഒന്നാം നാൾ മുതൽ ഷിർക്കിന് വിരുദ്ധമായിട്ട് തൗഹീദിൻ്റെ ഭവനമാണത്. എന്നിട്ടോ രണ്ടെന്താ നോക്ക്, വത്വഹിർ, നീ ചെയ്യേണ്ട പണി എന്താ അറിയോ? വത്വഹിർ, നീ ശുദ്ധീകരിച്ച് വെക്കണം. എന്താ? ബൈത്തിയ, എൻ്റെ വീടിനെ, എൻ്റെ ഈ ഭവനത്തെ. ആർക്കൊക്കെ? ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്, തവാഫ് ചെയ്യുന്നവർ, ലിത്വാഇഫീൻ പ്രദക്ഷിണം വെക്കുന്നവർക്ക്, വൽ ഖായിമീന അവിടെ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക്, വറുക്കഇ പ്രണാമം ചെയ്യുന്ന ആളുകൾക്ക്, റുക്കുഅ് ചെയ്യുന്ന ആളുകൾക്ക്, വസ്സുജൂദ് എന്ന് പറഞ്ഞാൽ നമിക്കുന്നവർക്ക്, അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർക്ക്. ചില അവിടെ നടത്തുന്ന ആരാധനാ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്കൊക്കെ പാകപ്പെടുന്ന രൂപത്തിൽ അതിനെ ഏറ്റവും നല്ല വൃത്തിയിൽ പരിചരിച്ച് കൊണ്ടു നടക്കണം. ഇതാണ് കൊടുത്തത്. ഇത് മുശ്രിക്കുകൾക്ക് വേണ്ടിയിട്ടാണ്, മക്കയിലുള്ള അറബികൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങൾ ഉണ്ടാക്കി പറയണ്ട. ഇതാർക്കാണ് അള്ളാഹു ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത്? ഒന്ന്, അല്ലാ തുശ്രിക് ബി ഷൈഅ, ഷിർക്ക് പാടില്ല എന്നാ ഈ ഭവനം വെച്ചുകൊണ്ട് ഒന്നാമത് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഇതെല്ലാവർക്കുമാണ്. ആർക്കാണ്? ലിത്വാഇഫീന വൽ ആകിഫീന ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. വേറെ സ്ഥലത്ത് ലിത്വാഇഫീന വൽ ആകിഫീന എന്നും കാണാം. അവിടെ ഇഴ്തികാഫിരിക്കുന്ന ആളുകൾക്ക്, അതിനെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, അവിടെ നമസ്കരിക്കുന്ന ആളുകൾക്ക്, അവിടെ സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക്, അവിടെ ദീർഘമായി പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒക്കെ, ഇവർക്കൊക്കെ സൗകര്യപ്പെടുന്ന വിധത്തിൽ അലോസരമുണ്ടാക്കാതെ അവർക്ക് ഏറ്റവും സൗകര്യം ഏർപ്പെടുത്തണം എന്ന് ആദ്യ നാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് തവാഫ് ചെയ്യാൻ വരുന്നവരത്തെ തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ബവ്വഅനാലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ഷൈഅ വത്വഹിർ ബൈത്തിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. ഇവിടെ മറ്റൊരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞത് ഇത് ബവ്വഅനാലി ഇബ്രാഹിം എന്നാണ്. സ്ഥാനം നിർണയിച്ചു കൊടുക്കുകയാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ സ്ഥലം നിർണയിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഏത് സ്ഥല? മക്കാനൽ ബൈത്ത്, ബൈത്തിൻ്റെ സ്ഥലം എന്നാ. അപ്പോൾ ബൈത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, നേരത്തെ ഇതിനെപ്പറ്റി നമുക്കറിയാം, അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനമാണത്. ഇവിടെ യഹൂദികൾ ഒരു കാര്യം പറയാറുണ്ട്, സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഖിബ്ല മാറിയത്? ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നല്ലോ ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരും ആദ്യഘട്ടത്തിൽ തിരിഞ്ഞു നമസ്കരിച്ചിരുന്നത്. അത് മാറ്റിയിട്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് മാറിയതെന്നൊക്കെ ചോദിക്കുന്ന മറുപടി കൂടി ഇതിലുണ്ട്. ഒന്നാമത്തെ ഭവനം എന്ന് പറയുന്നത് അത് കഅബ തന്നെയാണ്, ആദ്യ ഭവനം. അതിനും എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇതാരാണ് നിർമ്മിച്ചതെന്ന് അറിയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമേ അല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മായിൽ, അവർ രണ്ടുപേരും ചേർന്നിട്ട് അതിൻ്റെ തൂണുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ അല്ലെങ്കിൽ അപ്രത്യക്ഷമായി പോയ ഒരു സ്ഥലം അള്ളാഹു നിർണയിച്ചു കൊടുത്തു. ബവ്വഅനാലി ഇബ്രാഹിം മക്കാനൽ ബൈത്ത്. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അത് പൊക്കി എടുത്ത് വീണ്ടും അവിടെ പുനരുദ്ധരിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് എന്നാണ് ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത്. അല്ലാതെ ആദ്യമായിട്ട് ഇബ്രാഹിം നബി തന്നെ അവിടെ നിന്ന് നിർമ്മാണം ആരംഭിച്ചു എന്നല്ല, നേരത്തെ ഉണ്ടായിരുന്ന. അതാര് നിർമ്മിച്ചു എന്നതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. മലക്കുകളാണ് എന്ന് പറയുന്നുണ്ട്, അല്ല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമയത്താണ് എന്ന് പറയുന്നുണ്ട്, ഒക്കെ പറയുന്നു. അല്ലാഹു ആലം. ആ സ്ഥലം
പിന്നീട് എന്തോ കാരണങ്ങൾ കൊണ്ട് അവിടെ ജനവാസമില്ലാതെയായി ഇടിഞ്ഞു പൊളിഞ്ഞു പോയ അങ്ങനെയുള്ള ആ സ്ഥലം ഇബ്രാഹിമിന് അള്ളാഹു കാണിച്ചു കൊടുക്കുക, ഇവിടെയാണത്. അത് വീണ്ടും അദ്ദേഹം പുനർനിർമ്മിക്കുകയാണ്. ആ പുനർനിർമ്മാണത്തിൻ്റെ 1-ാം നാളിൽ തന്നെ ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ എന്താണെന്നറിയോ? അല്ലാ തുശ്രിക് ബി ഷൈഅ, ഷിർക്ക് ചെയ്യരുത്. ആ ഷിർക്ക് ചെയ്യരുത്. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് അവിടെ ധാരാളം വിഗ്രഹങ്ങളാണ്. അല്ലാ തുശ്രിക് ബി ഷൈഅ. 2, ഇതെല്ലാവർക്കുമാണ്. ആർക്കെന്ന് വെച്ചാൽ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. ഇവിടെ തീർത്ഥാടനത്തിന് വേണ്ടി വരുന്ന, ഇതിനെ പ്രദക്ഷിണം ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന, അവിടെ നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, റുക്കൂഅ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും ഇതിനെ ത്വഹിർ, നീ കാത്ത് സംരക്ഷിച്ച് നല്ല വൃത്തിയിൽ പരിചരിച്ച് കൊണ്ടു നടക്കണം. ഇതാണ് ആഹ്വാനം. വീണ്ടും നോക്ക്, വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അതിൻ്റെ പുനരുത്ഥാന വേളയിൽ പറയുകയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വഅദ്ദിൻ ഫിന്നാസ്. അദ്ദിൻ എന്ന് പറഞ്ഞാൽ നീ പ്രഖ്യാപിക്കുക, വിളംബരം ചെയ്യുക. അദ്ദന മുഅദ്ദിനുൻ എന്ന് പറയാം. മുഅദ്ദിൻ നമ്മൾ പറയാറുണ്ട്, ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് മുഅദ്ദിൻ എന്ന് പറയാറുണ്ട്. പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം. വഅദ്ദിൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു കൊടുക്കുന്ന ഒരു ആജ്ഞയാണ്. വഅദ്ദിൻ ഫിന്നാസ്, ജനങ്ങളിൽ നീ പ്രഖ്യാപിക്കുക, വിളംബരം ചെയ്യുക. എന്താ വിളംബരം ചെയ്യേണ്ടത്? ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടിയിട്ട്, ഹജ്ജിന് വേണ്ടിയിട്ട്, തീർത്ഥാടനത്തിന് വരാൻ വേണ്ടിയിട്ട് വിളംബരം ചെയ്യുക. യഅ്തൂക, അവർ നിൻ്റെ അടുത്ത് വന്നെത്തും. യഅ്തൂക, അവർ നിൻ്റെ അടുത്ത് വന്നെത്തും. റിജാലൻ, റാജിൽ എന്നുള്ള വാക്കിൻ്റെ ജമാണ് റിജാലൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ നടന്ന് കാൽനട ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കാൽനടക്കാരായിക്കൊണ്ട് അവർ വന്നെത്തും. വഅലാ കുല്ലി ളാമിരിൻ, വഅലാ കുല്ലി ളാമിരിൻ. അതുപോലെ തന്നെ ളാമിർ എന്നുള്ള വാക്ക് മെലിഞ്ഞൊട്ടിയ ഇതിനാ പറയുക, ഒട്ടകം. യാത്രാക്ഷീണം മൂലം ദീർഘദൂരം, വളരെ ദൂരം, കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്യാൻ ഇന്നത്തെ പോലെ വിമാനങ്ങളില്ലാത്ത, മറ്റ് മോട്ടോർ വാഹന സൗകര്യങ്ങളില്ലാത്ത സന്ദർഭത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദൂര ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്തൊക്കെ വരികയാണല്ലോ. അങ്ങനെ വരുമ്പോൾ അത് തീറ്റ കിട്ടാതെ പ്രയാസം ശ്രമിച്ചുകൊണ്ട് ചിലപ്പോൾ മെലിഞ്ഞൊട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്ത് വരുന്നവർക്കും, യഅ്തീന, ആ ഒട്ടകങ്ങൾ അല്ലെങ്കിൽ അത് വരുന്നു, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. എവിടെന്നാണ് വരുന്നത്? മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഫജ്ജ് എന്ന് പറഞ്ഞാൽ മലയിലുള്ള മലമ്പാത എന്നൊക്കെ പറയാം. മലയിലൂടെയുള്ള വ്യത്യസ്തമായ പർവ്വതങ്ങൾ താണ്ടിക്കിടക്കുന്ന പാതക്കാണ് ഫജ്ജ് എന്ന് പറയുക. അമീഖ്, ആഴമേറിയ, വളരെ ആഴമേറിയ. 2 പർവ്വതങ്ങൾക്കിടയിൽ ഒരു വഴിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക, ആഴമേറിയതായിരിക്കും നമുക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ വിദൂരത്തുള്ള, രണ്ടർത്ഥം അതിന് പറയാം, വിദൂരമായ മലയിടുക്കുകൾ താണ്ടിക്കൊണ്ട് ആ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളിലും ഒക്കെയും കാൽനടക്കാരായിട്ടും ഒക്കെയും ആളുകൾ ഇവിടെ വന്നെത്തും. നീ ഇത് പറഞ്ഞാൽ മതി. നോക്ക്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിമാരൊക്കെ ധാരാളമായിട്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആയത്താണ്. ഇബ്രാഹിം നബിയോട് അള്ളാഹു അന്ന് പറഞ്ഞതാ, നീ പ്രഖ്യാപിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ കാണാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഞാനിത് പ്രഖ്യാപിച്ചാൽ ആര് കേൾക്കാനാണ്? ആരുമില്ല അവിടെ, മനുഷ്യരാരും താമസിക്കാത്തൊരു സ്ഥലത്താണ്. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, സൂറത്ത് ഇബ്രാഹിമിൽ അതുണ്ട് അല്ലേ, ബിഗൈരി വാദിൻ ദി സറഇൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ആളുകളില്ലാത്ത, സസ്യങ്ങൾ മുളക്കാത്ത ഒരു സ്ഥലത്ത് ഞാനിതാ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ മക്കളെ താമസിപ്പിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ആരും ഇല്ലാത്ത സ്ഥലം. ഇബ്രാഹിം നബി ചോദിക്കുക, ഞാനിത് പ്രഖ്യാപിച്ചാൽ ആര് കേൾക്കാനാണ്? കാരണം ഇന്നത്തെ പോലെ പ്രഖ്യാപനത്തിലുള്ള സൗകര്യങ്ങളിൽ നമ്മൾ ഇന്ന് ഒരു വോയിസ് ഇട്ടാൽ, ഒരു ടെക്സ്റ്റ് ഇട്ടാൽ, അല്ലെ അപ്പം തന്നെ ലൈവ് ഇട്ടുകയല്ല, എല്ലാവരും കേൾക്കുകയാണല്ലോ, എല്ലാവരും അറിയാണ്. ഒരു സൗകര്യവുമില്ല, ഒരു ഉച്ചഭാഷണി പോലും ഇല്ല. അങ്ങനെ ഞാനിവിടുന്നത് പറഞ്ഞാൽ ആര് കേൾക്കാനാ? എന്താ പറഞ്ഞു നോക്കുക, അള്ളാഹു എല്ലാവരും പല ദൂരദിക്കുകളിൽ നിന്ന് വരുന്നതാണ് പറയുന്നത്. അദ്ദിൻ ഫിന്നാസി യഅ്തൂക റിജാലൻ, കാൽനടയായിട്ട് വരും. വഅലാ കുല്ലി ളാമിർ, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളിലൂടെയൊക്കെ വിവിധങ്ങളായ മലമ്പാതകളൊക്കെ താണ്ടിക്കടന്ന് വരുന്ന പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ആളുകൾ അറിയണ്ടേ? ഇങ്ങനെ ഇവരുടെ തീർത്ഥാടനത്തിന് വരണം എന്നുള്ള പ്രഖ്യാപനം എങ്ങനെ അറിയാനാണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു, നീ പ്രഖ്യാപിച്ചാൽ മതി, നീ പറഞ്ഞാൽ മതി, ഇത് വിളംബരം ചെയ്താൽ മതി, ആളുകളെ കേൾപ്പിക്കുന്നത് ഞാൻ ഏറ്റുന്നാ. ആ കേൾപ്പിക്കലാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കേട്ടിട്ട്, നമ്മളൊക്കെ കേട്ടിട്ട് അവിടെ എത്താൻ വേണ്ടിയുള്ള കൊതിയാണ്. ആ വിളി കേട്ടിട്ട് അതിന് ഉത്തരം ചെയ്യാൻ വേണ്ടി എത്രയോ ആളുകൾ ഇപ്പോൾ അതിൻ്റെ ഡേറ്റൊക്കെ കിട്ടി കാത്തിരിക്കുകയാണ്, അത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അന്ന് നടത്തിയ പ്രഖ്യാപനമാണ് 4500 വർഷങ്ങൾക്ക് മുമ്പ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക. അന്ന് മുതൽ ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്ന്, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, കടലുകൾ താണ്ടി, മലകൾ താണ്ടി, ദീർഘദൂരം യാത്ര ചെയ്ത്. അന്നത്തെ യാത്രാ സൗകര്യം ഇന്നത്തെ യാത്രാ സൗകര്യം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് അവിടെ എത്തും, മാസങ്ങൾ എടുത്തിട്ട് അവിടെ എത്തിയിരുന്ന ആളുകളുണ്ട്, വർഷത്തോളം എടുത്തിട്ട് അവിടെ എത്തിയിരുന്ന ആളുകളുണ്ട്. ഈ ഒരു ആഹ്വാനം ചെവിക്കൊണ്ടിട്ട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും ആളുകൾ, നമ്മുടെ ഇടയിൽ പോലും ആളുകൾ ഇങ്ങനെ ആഗ്രഹിച്ചോടി പടച്ചറബെ ഒന്ന് അവിടെ എത്തിച്ചേരണം. ഈ ആഗ്രഹത്തിൻ്റെ പിന്നിലുള്ള എന്താണ് ഇതിൻ്റെ ആഹ്വാനം എന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളിയാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖകും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ എന്ന് പറയുന്നു. എന്താണ് ഹജ്ജിൻ്റെ ലക്ഷ്യം? ഹജ്ജിലൂടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ തുടക്കം മനസ്സിലാക്കണം. മക്കയെ, കഅബയെ മുസ്ലിങ്ങൾക്ക് വിലക്കുകയാണ്, അവർ തടയുകയാണ്. നിങ്ങൾ അങ്ങനെ ഇവിടെ ധൈര്യമായി വന്നിട്ട് ഉംറ ചെയ്ത് പോകാമെന്ന് വിചാരിക്കേണ്ടെന്നല്ലേ. ഇത് ഏതാ ഈ മക്ക, കഅബ എന്നൊക്കെ നിങ്ങൾക്കറിയോ? അതിൻ്റെ ചരിത്രം സമ്പൂർണ്ണമായി ഇവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ 1-ാം തീയതി മുതൽ അത് പുനരുദ്ധരിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം നടത്തിയ പ്രഖ്യാപനം മുതൽ ഇവരെ കേൾപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുക. ഏതാ ഹജ്ജ്? അന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തും വരാൻ വേണ്ടി. അങ്ങനെ വരുന്നവരാ ഇവരെ തടയാൻ നിങ്ങൾക്ക് അനുവാദമില്ല. എന്തിനാ വരുന്നത്? ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖകും മിൻ ബഹീമത്തിൽ അൻആം ലിയശ്ഹദൂ. ഷഹീദ, യശ്ഹദു സാക്ഷിയാവുക അല്ലെങ്കിൽ കാണുക എന്നൊക്കെ പറയാം. ലിയശ്ഹദു, അവർ കാണാൻ വേണ്ടിയിട്ട്, സാക്ഷികളാവാൻ. എന്തിനാ? മനാഫിഅ ലഹും. മൻഫഅത്ത് എന്നുള്ള വാക്കിനർത്ഥം ഉപകാരമാണ്, ഉപകാരം, പ്രയോജനം. മനാഫിഅ, ധാരാളം ഉപകാരങ്ങൾ, പ്രയോജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ലഹും, അവർക്കുള്ള. ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്കുള്ള ധാരാളം മൻഫഅത്തുകൾ, പ്രയോജനങ്ങൾ നേർക്ക് നേരെ കാണാൻ വേണ്ടിയിട്ട്. വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്, അതുപോലെ അവർ ഉച്ചരിക്കുവാൻ വേണ്ടിയിട്ട്, യദ്കുറു സ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാൻ വേണ്ടിയിട്ട്. ഫി അയ്യാമിൻ മഅലൂമാത്, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, എവിടെയാണ് ഉച്ചരിക്കുന്നത്? അലാ മാ റസഖഹും, നാം അവർക്ക് നൽകിയ, മിൻ ബഹീമത്തിൽ അൻആമി, ബഹീമത്തിൽ അൻആം, നാൽക്കാലികളിൽ നിന്ന്, വളർത്തുമൃഗങ്ങളിൽ നിന്ന് നാം അവർക്ക് നൽകിയതിയുടെ മേൽ അവർ ചില നിർണിതമായ ദിവസങ്ങളിൽ പേരുച്ചരിക്കുവാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ അവയെ ബലിയെറുക്കുവാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസ്, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും ഭക്ഷിക്കുക. വഅത്ഇമു, നിങ്ങൾ ഊട്ടുക, ഭക്ഷിപ്പിക്കുക. അൽ ബാഇസ അൽ ഫഖീർ, ക്ലേശിതനായ, വളരെ പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രരെ നിങ്ങൾ അതിൽ നിന്ന് ഊട്ടുക, അല്ലെങ്കിൽ ദരിദ്രരെയും ക്ലേശം അനുഭവിക്കുന്നവരെയും ഊട്ടുക എന്നുകൂടിയാണ് പറഞ്ഞത്. ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള ചെറിയ സൂചനകൾ നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് ലിയശ്ഹദു മനാഫിഅ ലഹും, ആളുകളോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അവർക്ക് കുറേ മൻഫഅത്ത് ഇവിടെ ഉണ്ട്. 2 തരത്തിൽപ്പെട്ട മൻഫഅത്താണ്. ഒന്ന് ആത്മീയമായ മൻഫഅത്താണ്. അതെന്താ ആത്മീയമായ മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ? ആത്മീയമായ അനുഭൂതി. അത് ഹജ്ജ് ചെയ്ത് മടങ്ങുന്നവൻ എങ്ങനെയാണ്,
യൗമിൻ വലദതുഹു ഉമ്മുഹു, അല്ലേ? ഒരു മാതാവ് തൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ദിവസം ആ കുഞ്ഞിൻ്റെ പേരിൽ ഒന്നും ഉണ്ടാവില്ല, അതുപോലെ നിഷ്കളങ്കരാക്കി കരകളഞ്ഞെടുക്കുന്ന ഒരു നല്ല ആത്മീയ അനുഭവം. ആത്മീയമായിട്ടാണ് അള്ളാഹുവിനോട് ദീർഘമായി പ്രാർത്ഥിച്ചിട്ട് പാപങ്ങളൊക്കെ കഴുകിക്കളയാനുള്ള അവസരം. അതൊക്കെ ആത്മീയമായ നേട്ടങ്ങളാണ്, പരലോകത്തുള്ള നേട്ടങ്ങളാണ്. അതൊക്കെ മൻഫഅത്താണ് ഉഖറവിയായ. പക്ഷേ വേറെയുണ്ട്, ഭൗതികമായ ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ടുമുണ്ട്. മനാഫി എന്ന് പറഞ്ഞാൽ ദീനിയായതും ദുനിയവിയായതുമായ എല്ലാ തരത്തിൽപ്പെട്ട പ്രയോജനങ്ങളും അവിടെ ഉണ്ട്. അതെന്താ പ്രയോജനം? അതല്ലേ അറബികൾ ഇത് വിട്ടുകൊടുക്കാത്തത്. വല്ലാത്ത പ്രയോജനം അവർക്കുണ്ട്. അറബികളെ അവർക്കുള്ള സകല ആഢ്യത്വത്തിൻ്റെയും അടിസ്ഥാനം എന്താണെന്ന് അറിയും? ഈ ഭവനാണ്. അവരെല്ലാവരും ബഹുമാനിക്കും. കാരണം അവർ മക്കയുടെ കഅബയുടെ ഊരാളരാണ്, അതിൻ്റെ പരിപാലകരാണെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലായിടത്തും ഫ്രീ ആയിട്ട് പോകും. അവരാരും തടയിലൊന്നും ചെയ്യൂല. വലിയ സ്ഥാന. അതാണ് അള്ളാഹു സൂറത്ത് ഖുറൈശിൽ പറയുന്നുണ്ട്, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമകും മിൻ ജൂഇൻ വആമനകും മിൻ ഖൗഫ്. രണ്ടും ഭൗതിക. എന്താ ഭൗതികമായ മൻഫഅത്ത്? അല്ലദീ അത്അമകും മിൻ ജൂ. ഇവരെ പട്ടിണി മാറിയത് ഈ ഭവനം വിടലുകൊണ്ടാ. നോക്കുകൾ, മക്കയിലെ അറബികളുടെ അതിൻ്റെ സമീപവാസികളുടെ മുഴുവൻ പട്ടിണി അകന്നത്, അവർക്ക് ഭക്ഷണം കിട്ടാൻ ഇടയായത് ഈ ഭവനമാണ്. എന്താണെന്നറിയോ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തീർത്ഥാടനത്തിന് ഇങ്ങനെ വരുമ്പോൾ വെറും തീർത്ഥാടനത്തിനല്ല അവർ വരിക. അവരുടെ കയ്യിലൊക്കെ അതത് നാടുകളിൽ വളരുന്ന പലതരത്തിൽപ്പെട്ട വിഭവങ്ങളുണ്ടാവും, സസ്യവിഭവങ്ങൾ പലതും ഉണ്ടാവും, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ. അത് വേറെ നാട്ടിൽ കിട്ടൂല. നമ്മുടെ നാട്ടിലെ കുരുമുളക് അവിടെ കാണാറില്ലല്ലോ. അങ്ങനെ ധാരാളം പലതരത്തിൽപ്പെട്ട വിഭവങ്ങൾ ഓരോ നാട്ടിലും ഉണ്ടാവും. ആ വിഭവങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും വരികയാണ് അവിടേക്ക്. അങ്ങനെ അവിടെ എത്തുമ്പോൾ സകലമാന വിഭവങ്ങളുടെ ഒരു എല്ലാത്തിൻ്റെയും ഒരു സംഗമഭൂമിയായിട്ട് മാറുന്നു. അവിടെ നിന്ന് കച്ചവടം, ധാരാളമായിട്ട് കച്ചവടം നടക്കുന്നൊരു സീസണാണ് ഹജ്ജിൻ്റെ സീസൺ എന്ന് പറയുന്നത്. അവർക്കുള്ള ഭക്ഷണമാണ് അവിടെ ഒരുക്കുന്നത്. അത്അമകും മിൻ ജൂ. മാത്രമല്ല ഇവർക്ക് എവിടെയും പോവാം. അവർക്ക് കച്ചവടക്കാരാണ് അറബികൾ. ആ കച്ചവടത്തിൻ്റെ പേരിൽ ഇവർക്ക് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും, അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് ആളുകൾക്ക് അങ്ങനെ നിർഭയരായിട്ട് സഞ്ചരിക്കാൻ പറ്റിയൊരു കാലമല്ല. കൊള്ളക്കാർ ഏത് സന്ദർഭത്തിലും അവരുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന പലതരത്തിൽപ്പെട്ട മാർഗ്ഗ തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന ആളുകളുണ്ട്. വിജനമായ പ്രദേശത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം കൊള്ളക്കാരുണ്ടാവും. അവർ ഇവരെ മുഴുവൻ കച്ചവട ചരക്കും പിടിച്ചെടുത്തിട്ട് കൊള്ള ചെയ്തു വിടുന്ന ആളുകളുണ്ട്. പക്ഷേ അറേബ്യയിൽ കഅബയുടെ ആളുകളാണെന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമാണ് ഇവർക്ക്. ഇത് ഭൗതികമായ മൻഫഅത്താണ്. ഒന്ന്, അവർക്കുള്ള മാത്രമല്ല, അവിടെ എത്തുന്ന ആളുകൾക്കും ധാരാളമായിട്ട് വിഭവങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. എത്തുന്ന ആളുകൾക്ക് വിഭവങ്ങൾ ലഭിക്കുന്നു. അവർക്കും അവർ കൊണ്ടുവന്ന വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനൊക്കെ കഴിയും. അതിനൊന്നും പ്രശ്നമില്ല. കച്ചവടം മാത്രമായി പോകരുത്, നെയ്യെത്തുന്നേ ഉള്ളൂ. ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ളൊരു സാധനം അവിടെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, നിയ്യത്ത് മാറരുത്. അങ്ങനെയൊക്കെ മൻഫഅത്ത് ഇവർക്ക് എടുക്കാവുന്നതാണ്. മനാഫിയലഹും. അതുമാത്രമല്ല നിർഭയത്വമാണ്. ഭക്ഷണം മാത്രമല്ല നിർഭയത്വമാണ്. കഅബക്ക് അകത്ത് ഒരു കുറ്റവാളിയും അവിടെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, ഒരു തുള്ളി രക്തം ചിന്താൻ പാടില്ല. 4 മാസക്കാലം പിന്നെ അവർക്ക് പവിത്രമായ മാസമാണ്. ആ 4 മാസം അറേബ്യയിലുടനീളം ശാന്തിയും സമാധാനവും. ഏതാ കാലം എന്ന് മനസ്സിലാക്കണം. നിരന്തരമായി രക്തച്ചൊരിച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം നടക്കുമ്പോൾ 4 മാസം ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്ര വലിയ മൻഫഅത്ത് ആലോചിച്ച് നോക്കുകയാണ്. നിർഭയത്വം നൽകുക, ഇതവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വമ്പിച്ച കച്ചവടത്തിൻ്റെ സാധ്യതകളുണ്ട്. ആളുകൾക്കിടയിൽ പലതരത്തിൽപ്പെട്ട വ്യത്യസ്തമായ സംസ്കാരങ്ങളാണല്ലോ വരുന്നത്. ഭാഷകളിലുള്ള ആളുകൾ വ്യത്യസ്ത വർഗത്തിൽ പരസ്പരം പരിചയപ്പെടുവാൻ, കാണുവാൻ, സംസ്കാരങ്ങൾ അടുത്തറിയുവാനൊക്കെ അവസരമുണ്ട്. അതുമാത്രമല്ല സാഹിത്യരംഗം ആലോചിച്ച് നോക്കണം. അവർ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ സാഹിത്യരംഗത്തിന് വമ്പിച്ച വളർച്ച. അവർ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന കവിതകൾ പ്രദർശിപ്പിക്കുവാൻ, അത് ചൊല്ലിക്കേൾപ്പിക്കുവാൻ, അതിനെ നിരൂപണം ചെയ്യുവാൻ, അങ്ങനെയുള്ള സാഹിത്യരംഗത്തുള്ള വളർച്ച, ഭാഷാപരമായ വളർച്ച എല്ലാം ഉണ്ട്. ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ധാരാളം മൻഫഅത്തുണ്ട്. ലിയഷ്ഹദു മനാഫിഅ ലഹും. അവർക്ക് വേണ്ടിയുള്ള മൻഫഅത്ത്, ഉപകാരങ്ങൾ, പ്രയോജനങ്ങൾ അവർ കാണുവാൻ വേണ്ടിയിട്ട്, അതിന് സാക്ഷികളാകുവാൻ. വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്.
മറ്റൊന്ന് അവർ ബലിയർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട. നേർക്കുനര വാക്കിനർത്ഥം വയദ്കുറുസ്മല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയാണ്. ഫി അയ്യാമിൻ മഅലൂമാത്തിൻ, നിർണിതമായ അല്ലെങ്കിൽ അറിയപ്പെട്ട ദിവസങ്ങളിൽ. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹു അവർക്ക് നൽകിയ നാൽക്കാലികളുടെ മേൽ. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. നാൽക്കാലികളുടെ മേൽ, അള്ളാഹു അവർക്ക് നൽകിയ നാൽക്കാലികളുടെ മേൽ അവർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവയെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട, ബലിയർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാ. എന്താണ് ഇവിടെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, മുശ്രിക്കുകൾ ബലി കൊടുക്കാറുണ്ട്, അവർ ബലി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബലി കൊടുക്കുമ്പോൾ അവർ ഉച്ചരിക്കുന്നത് ഇന്ന വിഗ്രഹത്തിന് വേണ്ടിയിട്ടാണത്, ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്, ദാത്തിന് വേണ്ടി, മനാത്തക്ക് വേണ്ടി, വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ പറയും. അപ്പോൾ പിന്നെ ഇത് അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ബലിയർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, നിർണിതമായ ദിവസങ്ങളിൽ. ഏതാണ് ഈ അയ്യാമിൻ മഅലൂമാത്ത്? സാധാരണഗതിയിൽ അതിന് പറഞ്ഞു വരുന്ന വ്യാഖ്യാനം ദുൽഹജ്ജ് 10 യൗമുൻ നഹർ എന്ന് നമ്മൾ പറയും. ബലിയുടെ ദിനമാണ്, അറഫാ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ദുൽഹജ്ജ് 10-ന്. അന്ന് യൗമുൻ നഹറാണ്. അതുമാത്രമല്ല, തുടർന്നുള്ള 3 ദിവസങ്ങൾ അയ്യാമു തശ്രീഖ് എന്ന് പറയുന്ന 11, 12, 13, അങ്ങനെ ഈ 4 ദിവസങ്ങൾ ചേർന്നതാണ് അയ്യാമി മഅലൂമാത്ത് എന്ന് ചില വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. വേറെ ചില ആളുകളുടെ അഭിപ്രായത്തിൽ ഇത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ഇനിയും ചില അഭിപ്രായത്തിൽ പറയുന്നത് ദുൽഹജ്ജ് 10, അതുപോലെ 11, 12, 13 ഇല്ല. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. നമുക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത് ദുൽഹജ്ജ് 10 യൗമുൻ നഹർ, അതുപോലെ തന്നെ പിറ്റേ 3 ദിവസങ്ങൾ 11, 12, 13 അയ്യാമു തശ്രീഖ് ദിവസങ്ങൾ. ഇതാണ് ബലിയുടെ ദിവസങ്ങൾ എന്ന രൂപത്തിൽ ഏറ്റവും സ്വീകാര്യമായ ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കാം. ഈ ദിവസങ്ങളിൽ ബലിയെറുക്കുവാൻ വേണ്ടിയിട്ട് എന്താ ഈ ബലി കൊണ്ട് നോക്ക്. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ആ ബലിമാംസം എന്താ ചെയ്യേണ്ടത്? ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് തിന്നണം. വഅത്ഇമു, നിങ്ങൾ തീറ്റിക്കണം. അത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കണം, ഊട്ടണം. അൽ ബാഇസ് അൽ ഫഖീർ. അൽ ബാഇസ് എന്ന് പറഞ്ഞാൽ ക്ലേശം ബാധിച്ചവനാണ്, ദുരിതബാധിതൻ, പ്രയാസം അനുഭവിക്കുന്നവൻ. അൽ ഫഖീർ, ദരിദ്രൻ. അൽ ബാഇസ് അൽ ഫഖീർ എന്ന് പറഞ്ഞാൽ ദരിദ്രനായ ക്ലേശിക്കുന്നവൻ, അല്ലെങ്കിൽ ക്ലേശിക്കുന്നവനായ ദരിദ്രൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ രണ്ടാളുമാവാം. ഏതായാലും പ്രയാസം അനുഭവിക്കുന്നവർക്കും നിങ്ങൾ അതിൽ നിന്നും ഊട്ടണമെന്നാണ്. ബലിയുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ ഇതിൽ വന്നു. ഒന്ന്, മൻഫഅത്താണ് ആദ്യം പറഞ്ഞത്. എന്തിനാണ് ഹജ്ജ് എന്ന് വെച്ചാൽ അതിലൊട്ടേറെ മൻഫഅത്തുണ്ട്. ഞാൻ പറഞ്ഞു, മൻഫഅത്തിൽ 2 തരത്തിൽപ്പെട്ട മൻഫഅത്തുണ്ട്. ഒന്നെന്താ? ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ദീനീപരമായ, ആത്മീയമായിട്ട് ഹജ്ജിലൂടെ ആളുകൾ നേടുന്ന ഉപകാരമാണ്. രണ്ടാമത്തത് ഭൗതികമായ പലതരത്തിൽപ്പെട്ട മൻഫഅത്തുകളുണ്ടെന്ന് പറഞ്ഞു. അവിടെ ലഭ്യമാവുന്ന വിഭവങ്ങളുടെ കാര്യമുണ്ട്, പലതുമുണ്ട്. ആ വിഭവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഒന്നുമില്ലാത്തൊരു നാടായിരുന്നു അത്. ആ നാടിനെ സംബന്ധിച്ചാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അഹ്ലഹു മിനസ് സമറാത്ത്, ധാരാളമായിട്ട് വിഭവങ്ങൾ, ഫലവർഗ്ഗങ്ങൾ എത്തിച്ചു കൊടുക്കണം. ലോകത്തുണ്ടാവുന്ന സകലമാന വിഭവങ്ങളും അവിടെ ലഭ്യമാണ്. ഇത് വല്ലാത്തൊരു മൻഫഅത്താണ്. ആളുകൾക്കിടയിലുള്ള സംസ്കാരങ്ങൾ, പരസ്പരമുള്ള കൈമാറ്റങ്ങൾ, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന ദേശക്കാരായ, വർഗക്കാരായ ആളുകൾ തമ്മിലുള്ള കൂടിക്കലരുകൾ, പരസ്പരമുള്ള ഇടപഴകലുകൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം മൻഫഅത്താണ്. വമ്പിച്ച കച്ചവടത്തിൻ്റെ സീസൺ കൂടിയാണ്. അതൊക്കെയാണ്. അതോടൊപ്പം ബലിമൃഗം, ബലിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ ബലി അന്ന് മുശ്രിക്കുകൾ ബലിയർപ്പിച്ചത് അവരുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ നാമത്തിലാണ്. അത് പാടില്ല. ബലിയർപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. മാത്രമല്ല, അവരുടെ ഒരു അന്ധവിശ്വാസമായിരുന്നു, ബലിയർപ്പിക്കപ്പെട്ട ആ മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കാൻ പാടില്ല, തിന്നാൻ പറ്റില്ല, അതങ്ങടെ കളയണം, അത് അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി തേച്ച് കളയുക. പ്രത്യേകിച്ച് ബലി അറുത്തവന് തിന്നാൻ പാടില്ല, ഇതായിരുന്നു. അള്ളാഹു തിരുത്തുക, അന്നില്ല. ബലിമൃഗത്തിൻ്റെ മാംസം നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യാം, രണ്ടും ചെയ്യണം എന്നാണ് പറയുന്നത്. വകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. നമ്മൾ സാധാരണ ഉളുഹിയ്യത്തിൻ്റെ മാംസം നമുക്കറിയാം അല്ലേ? നമ്മൾ അറുക്കുന്ന ഉരുവിൻ്റെ മാംസം ഇവരുടെ അന്നത്തെ ജാഹിലി അറബികളാണ്, അവർക്ക് സ്വന്തം തിന്നാൻ പറ്റില്ല എന്നാണ്.
ഉളുഹിയത്ത് ആരാണോ അറുക്കുന്നത് അയാൾക്ക് തിന്നാൻ പാടില്ല, അങ്ങനെയില്ല. അയാൾ കഴിക്കുക എന്നുള്ള അതിൻ്റെ സുന്നത്ത്. കഴിക്കണം നിർബന്ധമായിട്ട് പറയും. ചില ആളുകൾ ഇത് നിർബന്ധ സ്വഭാവത്തിലുള്ളതെന്ന് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അത്ര കുലു എന്ന് പറയുന്നത്. പക്ഷേ അഭികാമ്യമാണ്, അവർക്ക് കഴിക്കാം അതിൽ നിന്ന്. അതുപോലെ തന്നെ അൽ ബാഇസ് അൽ ഫഖീർ, ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ദരിദ്രന്മാർക്ക് മാത്രമേ ഇതിന് അവകാശമുള്ളൂ എന്നർത്ഥം അതിൽ വരുന്നില്ല. മറിച്ച് തൻ്റെ സ്നേഹിതർക്ക്, അയൽവാസികൾക്ക് ഒക്കെ കൊടുക്കാവുന്നതാണ് എന്നൊക്കെ മുഫസ്സിറുകൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ബലിമാംസം ഒരിക്കലും ഇതല്ല. അള്ളാഹുവിന് എന്ത് വേണ്ട? അതിൻ്റെ ഇറച്ചി വേണ്ട, അള്ളാഹുവിന് രക്തം വേണ്ട. അതങ്ങനെ തന്നെ പറയുന്നില്ല. ലൻ യനാലല്ലാഹ ദിമാഉഹ, അള്ളാഹുവിന് അതിൻ്റെ രക്തം ലഭിക്കുകയില്ല, അതിന് വല ലുഹ്മുഹ, അതിൻ്റെ മാംസവും ലഭിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ആർക്കാന്ന് വെച്ചാൽ അത് ധാരാളം ആളുകൾക്കുള്ള ഒരു അതൊക്കെ ഹജ്ജിൻ്റെ പ്രതിഫലനമാണ്. ഹജ്ജ് ഇപ്പോഴും അവിടെ അറുക്കുന്ന ബലിമൃഗങ്ങളുടെ മാംസമൊക്കെ ദരിദ്രരായ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക. എത്രയോ ടൺ കണക്കിന് പിന്നെ ബലിമാംസം ആളുകൾക്ക് ഉപകാരം. അത് ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ബഹീമത്തിൽ അൻആം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ബഹീമത്ത് എന്നുള്ള വാക്കിന് മിണ്ടാപ്രാണി എന്നർത്ഥമുണ്ട്, നാൽക്കാലി എന്നർത്ഥമുണ്ട്. അൽ അൻആം എന്ന് പറഞ്ഞാൽ വളർത്തുന്നതാ. നാൽക്കാലികൾ പലതും ഉണ്ടാവും, പലതരത്തിൽപ്പെട്ട മാർജാര വർഗത്തിൽപ്പെട്ട നാൽക്കാലി തന്നെയാണ്. പക്ഷേ ഇവിടെ വളർത്തുമൃഗങ്ങളായ, അതാണ് ബഹീമത്തിൽ അൻആം എന്ന് പറയുന്നത്. വളർത്തുമൃഗങ്ങളായ ആട്, മാട്, ഒട്ടകങ്ങളാണ്. അവയെയാണ് ബലിയെറുക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നത്. ഫകുലു മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ സുമ്മൽ യഖ്ലൂ തഫസഹും വൽയൂഫൂ നുദൂറഹും വൽയത്വവഫു ബിൽ ബൈത്തിൽ അതീഖ്. പിന്നെയോ സുമ്മൽ യഖ്ലൂ തഫസഹും, ഖലാ യഖ്ലി എന്ന് പറഞ്ഞാൽ വീട്ടുക എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നിർവഹിക്കുക എന്നർത്ഥമുണ്ട്, വിധിക്കുക എന്നർത്ഥമുണ്ട്. സുമ്മൽ യഖ്ലൂ തഫസഹും, നീക്കം ചെയ്യുക എന്നുള്ള അർത്ഥം അതിനുണ്ട്. സുമ്മൽ യഖ്ലൂ, പിന്നീട് അവർ നീക്കം ചെയ്യട്ടെ, അല്ലെങ്കിൽ പിന്നെ യഖ്ലു അവർ നിർവഹിക്കട്ടെ. തഫസഹും, തഫസഹും, തഫസ് എന്നുള്ള വാക്കിന് മാലിന്യം എന്നർത്ഥമുണ്ട്. മാലിന്യം അല്ലെങ്കിൽ ശരീരത്തിൽ അനാവശ്യമായി വളരുന്ന രോമങ്ങളെ സംബന്ധിച്ചും തഫസ് എന്ന് പറയാറുണ്ട്, നഖം അങ്ങനെയുള്ള. അപ്പോൾ സുമ്മൽ യഖ്ലു തഫസഹും, പിന്നീട് അവരുടെ ഈ മാലിന്യങ്ങൾ നീക്കട്ടെ. തഫസ് എന്നുള്ള വാക്കിന് യാത്രയിലൂടെ ശരീരത്തിൽ വന്നു ചേരുന്ന പൊടിപടലങ്ങളെ സംബന്ധിച്ചും തഫസ് ഉപയോഗിക്കും. അപ്പോൾ ഈ മാലിന്യങ്ങൾ, ശരീരത്തിൽ പിടിച്ചിരിക്കുന്ന ചേറുകൾ, പൊടിപടലങ്ങൾ അവർ നീക്കം ചെയ്യട്ടെ. സുമ്മൽ യഖ്ലു തഫസഹും വൽ യൂഫു നുദൂറഹും, മറ്റൊന്ന് വൽ യൂഫു അവർ പൂർത്തീകരിക്കട്ടെ. ഔഫ യൂഫി, പൂർത്തീകരിക്കട്ടെ. നുദൂറഹും, നദർ നേർച്ചയാണ്, നേർച്ചകൾ. നുദൂറഹും അവരുടെ നേർച്ചകളും അവർ പൂർത്തീകരിക്കട്ടെ. 3 വൽ യത്വവഫു അവർ തവാഫ് ചെയ്യട്ടെ, പ്രദക്ഷിണം ചെയ്യട്ടെ. ബിൽ ബൈത്തിൽ അതീഖ്, പുരാതനമായ ആ വീടിനെ, ഭവനത്തെ. അൽ ബൈത്തിൽ അതീഖ്, സ്വതന്ത്രമായ പുരാതനമായ ആദരണീയമായ ആ ഭവനത്തെ അവർ തവാഫ് ചെയ്യട്ടെ. എന്തൊക്കെയാണ് പറഞ്ഞു നോക്ക്. ഹജ്ജിൻ്റെ വിവിധ കർമ്മങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ ആയത്തനുസരിച്ചല്ല ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകൾ സൂറ ആലു ഇമ്രാനിലും അൽ ബഖറയിലും വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ ശരീഅത്തിലെ ഹജ്ജ് നിയമങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നത്. ഇതിവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ സമയത്ത് ഹജ്ജിൻ്റെ കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുകയാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ സുമ്മൽ യഖ്ലു തഫസഹും, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെ ആ ഹജ്ജിൻ്റെ സമയത്ത് കൂടുമ്പോൾ പലതരത്തിൽപ്പെട്ട മൻഫഅത്തുണ്ട്, മനാഫിയ ഉപകാരങ്ങളുണ്ട്, പ്രയോജനങ്ങൾ എടുക്കാം. അതേപോലെ തന്നെയാണ് നേരത്തെ ബലിയറുക്കുന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രയോജനത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി ഇതാ സുമ്മൽ യഖ്ലു തഫസഹും, പിന്നീട് അവർ നീക്കം ചെയ്യട്ടെ, തങ്ങളുടെ അഴുക്കുകളൊക്കെ നീക്കിക്കളയട്ടെ. യഖ്ലു തഫസഹും, തഫസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശരീരത്തിൽ വന്നു ചേരുന്ന പൊടിപടലങ്ങളാവാം, അതല്ലെങ്കിൽ ശരീരത്തിൽ വളരുന്ന അനാവശ്യമായ രോമങ്ങൾ നീക്കുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നഖം വെട്ടിക്കളയുന്നത്, ഇതൊക്കെ ഇഹ്റാമിലായിരിക്കെ നിഷിദ്ധമാണ്. അപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ആ ബലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടിയെടുക്കാം. അതാണ് സുമ്മൽ യഖ്ലു തഫസഹും എന്നതാണ് ഉദ്ദേശമെന്ന് ചില മുഫസ്സിറുകൾ പറയുന്നു. സുമ്മൽ യഖ്ലു തഫസഹും വൽ യൂഫു നുദൂറഹും. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്
അവരുടെ നേർച്ചകൾ അവർ പൂർത്തീകരിക്കട്ടെ എന്നാണ്. നദർ, നുദൂർ, നേർച്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നേർച്ച എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ സ്വയം നിർബന്ധമാക്കുക. ഇപ്പോൾ പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുക്കുക അള്ളാഹു നിർബന്ധമാക്കിയിട്ടൊന്നുമില്ല. നമുക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറയുകയാണ്, ഞാനൊരു 10 ആളുകൾക്ക് നേർച്ച നേരുകയാണ്, 10 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നിർബന്ധമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമാണ്. നേർച്ചയാക്കിക്കഴിഞ്ഞാൽ നിർബന്ധമല്ലാത്തൊരു കാര്യം സ്വയം നിർബന്ധമാക്കിയിട്ടെടുക്കുക. ഞാനത് ചെയ്യും, പിന്നെ നിർബന്ധമായി ചെയ്തിരിക്കണം. അത് ചില ആളുകളൊക്കെ ഇവിടെ ഫൽ യൂഫു നുദൂറക്കും, അവരവരുടെ നേർച്ചകൾ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ തന്നെ നേർച്ച നേരും. മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഞാൻ ഇത്ര പാവങ്ങൾക്ക് അന്നം നൽകും, അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് അന്നദാനം നിർവഹിക്കും, അവിടെ വെച്ച് ഞാൻ ഇത്ര ദിവസം നോമ്പെടുക്കും, ഞാൻ അവിടെ വെച്ച് ഇത്ര ഭാഗം ഖുർആൻ പാരായണം ചെയ്തിരിക്കും എന്ന്, അതുപോലുള്ള വ്യത്യസ്തമായ ഇഴ്തികാഫ് ഇരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ നേർച്ചകൾ നേരാറുണ്ട്. ആ നേർച്ചകളെ സംബന്ധിച്ച് അങ്ങനെ നേർന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കട്ടെ. ഫൽ യൂഫു നുദൂറഹും, അവിടെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേർന്ന നേർച്ചകളെല്ലാം, ബലിയൊക്കെ ഇതിൽപ്പെടും, മറ്റു ബലികൾ. ഫൽ യൂഫു നുദൂറഹും, അവരുടെ നേർച്ചകൾ അവർ പൂർത്തീകരിക്കട്ടെ. വൽ യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, നേർച്ചകളെ സംബന്ധിച്ച് പറയുമ്പോൾ നേർച്ചകൾ നേരത്തെ ഒന്ന് നിരുപാധികമായ നേർച്ചകളാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിതാ ഇത്ര ആളുകൾക്ക് അന്നം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു, കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യത്ത് ചെയ്യുകയാണ്, നേർച്ച ചേരുകയാണ്. അങ്ങനെ ചെയ്താൽ അത് പൂർത്തീകരിക്കുന്ന നിർബന്ധമാണ്, പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. വേറെ ചില സ്വാഭാവികമായ നേർച്ചകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യം ശരിയായി കിട്ടിയാൽ, ഈ കാര്യം എൻ്റെ നേരെയായി കിട്ടിയാൽ ഞാൻ ഇത്ര ആളുകൾക്ക് കൊടുക്കും എന്നാണ്. അങ്ങനെ ചില ആളുകൾ നേർച്ച നേരാറുണ്ട്. പക്ഷേ ആ നേർച്ചയെ, സ്വാഭാവികമായ നേർച്ച ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ശരിയായാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നേർച്ചയുടെ ശരിയായ രീതി എന്ന് പറയുന്നത്. ആയിക്കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതല്ല, ആവാൻ വേണ്ടി നമുക്ക് കൊടുക്കാം, ശരിയാവാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ആയിക്കഴിഞ്ഞാലേ ഞാൻ കൊടുക്കൂ എന്ന് പറഞ്ഞ് കണ്ടീഷൻ വെച്ച് നേർച്ച തരുന്നത് ശരിയല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫൽ യൂഫു നുദൂറഹും, അവരുടെ നേർച്ചകൾ അവർ പൂർത്തീകരിക്കട്ടെ. വൽ യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, മറ്റൊരു കർമ്മം കൂടി ഇവിടെ പറയുകയാണ്. വൽ യത്തവഫു, അവർ തവാഫ് ചെയ്യട്ടെ. ബിൽ ബൈത്തിൽ അതീഖ്, ആ പുണ്യഭവനത്തിൽ. അതീഖ് എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങൾ അതിന് വരുന്നുണ്ട്. അതീഖ്, ഇത്ഖ്, നമ്മളിപ്പോൾ അല്ലാഹുമ്മ ഇത്ഖ്നി മിനന്നാർ പ്രാർത്ഥിച്ചല്ലോ, ഇത്ഖും മിനന്നാർ, എന്താ പറയുക, സ്വതന്ത്രനാക്കുക, വിമുക്തനാക്കുക എന്നൊക്കെ പറയും. അതീഖ് എന്ന് പറഞ്ഞാൽ വിമുക്തമായ, ഒരാളുടെയും നിയന്ത്രണത്തിലല്ലാതെ പൂർണ്ണമായും സ്വതന്ത്രമായി നിൽക്കുന്ന ഭവനമാണ് കഅബ. ഒരാൾക്കും, നേരത്തെ പറഞ്ഞല്ലോ അല്ലാഹു, ഒരു രാജ്യത്തിനും ഒരു ഗവൺമെൻറ്റിനും ആർക്കും അതിൽ ഉടമസ്ഥത ഇല്ല. പടച്ച റബ്ബ് മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് സവാ അനിൽ ആക്കിഫു ഫീഹി വൽ ബാദ്, തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സവാ അൻ ലിന്നാസി സവാ, മുഴുവൻ മനുഷ്യർക്കും, എല്ലാവർക്കും, അവിടെ താമസിക്കുന്നവർക്കും ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ തന്നെ തുല്യാവകാശമുള്ള രൂപത്തിലാണ്. അങ്ങനെ അർത്ഥത്തിൽ അതീഖ് എന്ന് പറയാം, സ്വതന്ത്രമായ. 2, അത് പുരാതനമായ, അതിപുരാതനമായ, അതിന് അതീഖ് എന്നുള്ള വാക്കുപയോഗിക്കും. അതിപുരാതനമായ എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം തന്നെ നോക്കിയാൽ ഇന്നത്തേക്ക് 4500 വർഷത്തോളമായി. അതിനു മുന്നേ അതുണ്ടായിരുന്നു. അൽ ബൈത്തിൽ അതീഖ്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ഫസ്റ്റ് വീട്, ഒന്നാമത്തെ ഭവനം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം, എത്രയോ പുരാതനം. ആ അർത്ഥത്തിൽ പുരാതനം എന്നുള്ള അർത്ഥത്തിലും അതീഖ് എന്നുള്ള പദം ഉപയോഗിക്കും. 3-മത്തത് ആദരണീയമായ, പുണ്യമായ എന്നുള്ള അർത്ഥമാണ്, ശ്രേഷ്ഠമായ. ഈ 3 അർത്ഥങ്ങളുണ്ട്. പുണ്യപുരാതനമായ എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. അൽ ബൈത്തിൽ അതീഖ്, പുണ്യപുരാതനമായ ഈ ഭവനത്തെ അവർ തവാഫ് ചെയ്യട്ടെ എന്നാണ്. ഏതാ ഈ തവാഫ്? വ്യത്യസ്തമായ തവാഫുകളുണ്ട് അല്ലേ? അത് ഈ തവാഫുൽ ഇഫാദ എന്ന പേരിൽ അറിയപ്പെടുന്ന തവാഫാണ്. തവാഫുൽ ഇഫാദ ഹജ്ജിൻ്റെ ഘടകങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് തവാഫുൽ ഇഫാദ എന്ന് പറയുന്നത്. തവാഫുൽ വിദാ അല്ല, അവസാനമായിട്ട് മക്ക വിട്ട് പോരുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന വിടവാങ്ങൽ തവാഫല്ല, മറിച്ച് തവാഫുൽ ഇഫാദ, ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിച്ചിട്ട് നടത്തുന്ന തവാഫാണത്. ആ തവാഫിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഫൽ യത്തവഫു, അവർ തവാഫ് ചെയ്യട്ടെ ബിൽ ബൈത്തിൽ അതീഖ്, ഈ പുണ്യപുരാതന ഗേഹത്തെ എന്നാണ്. ഹജ്ജിൻ്റെ ചില ചടങ്ങുകൾ പറഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആയത്ത് വെച്ചിട്ടല്ല
നമ്മുടെ ശരീരത്തിലെ ഹജ്ജ് കർമ്മങ്ങൾ തീരുമാനിക്കപ്പെട്ടത്. അതേസമയത്ത് ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കപ്പെട്ട സമയത്തിൽ എടുത്തു പറയുകയാണ് ചെയ്തത്. നേരത്തെ സൂറ അൽ ബഖറയിൽ ആലു ഇമ്രാനിലൊക്കെയുള്ള കർമ്മങ്ങൾ വെച്ച് കുറച്ചുകൂടി കൃത്യമായിട്ട് അതിൽ മഷ്അറുൽ ഹറാം, അറഫ അതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് ഇതുണ്ട്. അതൊന്നും സൂചിപ്പിക്കാതെ ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞാണ്. ഇവിടെ ഇത് പറയാനുള്ള കാരണം മക്ക ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കഅബ ആരുടെയും തറവാട്ട് സ്വത്തല്ല. ആ കഅബ ഭവനം എന്ന് പറയുന്നത് പടച്ച റബ്ബിൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അത് ഏകനായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുശ്രിക്കുകൾക്കാണ് അവിടെ സ്ഥാനമില്ലാത്തത് എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 29 വരെയുള്ള ആയത്തുകളാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. ആയത്തുകളിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ 1-ാമത്തെ നാളിൽ, അത് പുനരുദ്ധരിക്കുന്ന നാളിൽ അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിച്ച കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷം മുഴുവൻ മനുഷ്യരോട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ എല്ലാവരോടും പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു. 4500 വർഷം മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ആ പ്രഖ്യാപനം കേട്ടിട്ട് നമ്മളിപ്പോൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹജ്ജിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി പോവാൻ സന്നദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചറബ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ട് പോവാൻ സന്നദ്ധരായി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ, നല്ല ആരോഗ്യത്തോടുകൂടെ, നല്ല ഈമാനോടുകൂടെ പടച്ചറബ് സ്വീകരിക്കുന്ന രൂപത്തിലുള്ള നല്ല ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ കൊതിക്കുന്ന ആളുകളുണ്ട്, കുറേ കാലങ്ങളായിട്ട് ഹജ്ജിന് പോകണം എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, അങ്ങനെ പൂതി വെക്കുന്ന ഞങ്ങളുടെയൊക്കെ ആ ആഗ്രഹത്തെ നീ പൂർത്തീകരിച്ച് തരണമേ നാഥ. നേരത്തെ ഹജ്ജ് കർമ്മം നിർവഹിച്ച ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, ഇത് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട്, ഹറമുമായി ബന്ധപ്പെട്ട്, കഅബയുമായി ബന്ധപ്പെട്ടെല്ലാം. പടച്ചറബേ, അതിലെ എല്ലാ നേട്ടങ്ങളും നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. ആ ഹജ്ജ് ചെയ്ത ഞങ്ങളുടെ ഹജ്ജ് എന്നും ഞങ്ങളുടെ ജീവിതാവസാനം വരെ അത് ഏറ്റവും നല്ല സ്വീകാര്യമായ ഹജ്ജാക്കിയിട്ട് നീ തുടർത്തി തരണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.